ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സന്തോഷം, വിജയം, നല്ല റിലേഷൻഷിപ്സ് ഇതൊക്കെ നേടാൻ എന്തോ വലിയ ഫോർമുല വേണമെന്ന് നമ്മൾ പലപ്പോഴും കരുതും. പക്ഷേ സത്യം അതല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ ശരിക്കും വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ സിമ്പിൾ ഉത്തരങ്ങൾ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ അവഗണിക്കുന്ന ആ ലളിതമായ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോവുകയാണ്. ഈ ഒരു വാചകമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിന്തയുടെ ആകത്തുക. നമ്മളെപ്പോഴും കൂടുതൽ സങ്കീർണമായ വഴികൾ തേടിപ്പോകുമ്പോൾ ശരിക്കുള്ള ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെ വളരെ ലളിതമായി ഇരിപ്പുണ്ടാകും. പക്ഷേ നമ്മളത് കാണാറില്ല. അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ജീവിതത്തിലെ ഏറ്റവും വലിയ ചില സത്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒരുപക്ഷെ വിഡ്ഢിത്തമായി തോന്നാം. നമ്മുടെ കോമൺ സെൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള ചില വിരോധാഭാസങ്ങൾ നമുക്ക് നോക്കാം. ഇതിനെ ദി ബാക്ക്വേർഡ്സ് ലോ എന്ന് പറയും. അതായത്, ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ എത്രത്തോളം കിണഞ്ഞു പരിശ്രമിക്കുന്നുവോ അത് അത്രത്തോളം നിങ്ങളിൽ നിന്ന് അകന്നുപോകും. കേൾക്കുമ്പോഴൊരുമാതിരി തോന്നുന്നുണ്ടല്ലേ? പക്ഷെ ഒന്നാലോചിച്ചു നോക്കൂ. എനിക്ക് സന്തോഷിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴുള്ള സന്തോഷം കൂടി പോകുകയല്ലേ ചെയ്യാറ്? അല്ലെങ്കിൽ ഉറങ്ങണമെന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കുന്നത് ഓർമ്മയില്ലേ? അതാണ് ഈ നിയമം. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാനായി നമ്മൾ കൈകാലിട്ടടിക്കും തോറും കൂടുതൽ വേഗത്തിൽ താഴോട്ടു പോകും. എന്നാൽ ഒന്നും ചെയ്യാതെ ശരീരം റിലാക്സ് ചെയ്താൽ നമ്മൾ സ്വാഭാവികമായി പൊങ്ങിക്കിടക്കും. ജീവിതത്തിലെ പല കാര്യങ്ങളും ഇതുപോലെയാണ്. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണ്? വളരെ സിമ്പിളാണ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. റോഡിലെ ട്രാഫിക്കോ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്തു പറയുന്നു എന്നതോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അവസാനത്തെ റിസൾട്ടോ നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പ്രതികരണങ്ങളും അത് 100% നമ്മുടെ കൺട്രോളിലാണ്. അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വിരോധാഭാസങ്ങൾ നിറഞ്ഞതായിരിക്കുന്നത്? ഉത്തരം നമ്മുടെ തലയ്ക്കുള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രഹസ്യ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരു നിമിഷം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ എന്ത് കഴിക്കണമെന്നത് മുതൽ ജോലി മാറണോ എന്നതുവരെയുള്ള വലിയ തീരുമാനങ്ങൾ, ഇതൊക്കെ എടുക്കുന്നത് ശരിക്കും നിങ്ങൾ തന്നെയാണോ? നിങ്ങളുടെ ലോജിക്കാണോ എല്ലാത്തിനും പിന്നിൽ? അതോ വേറെന്തെങ്കിലും ശക്തിയാണോ നിങ്ങളെക്കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്? ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിക്കും. നമ്മുടെ തീരുമാനങ്ങളിൽ 90% എടുക്കുന്നത് നമ്മുടെ ഇമോഷണൽ ബ്രെയിനാണ്. വെറും 10% തീരുമാനങ്ങൾക്കേ നമ്മുടെ ലോജിക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത്, ഒരു കാര്യം നമുക്ക് ശരിയെന്ന് തോന്നിയതിനു ശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ യുക്തിയെ കൂട്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ തലച്ചോറ് ഒരു സത്യം കണ്ടെത്താനുള്ള മെഷീനല്ല. അത് ലോകത്തെ അതേപടി കാണുകയല്ല ചെയ്യുന്നത്. പകരം മുൻപരിചയമുള്ള പാറ്റേണുകൾ വെച്ച് കാര്യങ്ങളെ